ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തിട്ട് നല്ല തണുത്തിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ മലയാളികൾക്ക് ചായ എന്ന് പറയുന്നത് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. മഴ പെയ്യുമ്പം പ്രത്യേകിച്ചും ചായ, പിന്നെ അതിൻ്റെ ഒപ്പം സ്നാക്സ്, പിന്നെ അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ്, അങ്ങനത്തെ ഭയങ്കര ക്രേവിങ്സ് ഉള്ളൊരു മൂഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സിറ്റുവേഷനിൽ കൺസേൺ ആവേണ്ടത്? ഓക്കെ. പിന്നെ മലയാളീൻ്റെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ് മഴ. എന്താണ് മഴ, ജോൺസൺ മാസ്റ്റർ, മഴ, ജോൺസൺ മാഷ്, കട്ടൻ ചായ. ആയിട്ട് ചായ. മഴ, ചായ, ജോൺസൺ മാഷ്. അന്തസ്. അപ്പോൾ മഴ പെയ്തോട് കൂടിയിട്ട് ഒരുപാട് ആക്റ്റീവായിട്ടുണ്ട് ഇപ്പോൾ. സ്നാക്ക്, ടീ, ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും കൂടുതൽ കുറച്ച് സ്നാക്കുകളും നമ്മളെ ഹാബിറ്റിൽ പെടണം. കുറച്ച് സ്നാക്കുകൾ, കുറച്ചധികം സ്നാക്കുകൾ. അപ്പോൾ മെയിൻലി കൺസേൺ വരുന്നത് ചായയിൽ ചായപ്പൊടി, പാല്, പിന്നെ ഷുഗർ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ളത് ചായപ്പൊടിയുടെ ക്വാളിറ്റി. അതിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതാണ്, നമ്മളെ അടുത്ത പ്രദേശത്ത് തന്നെയാണ്. ചായപ്പൊടി ബൾക്കായിട്ട് വെയർ ഹൗസിനകത്ത് അത് സീസ് ചെയ്യുന്ന ഒരു കണ്ടീഷനൊക്കെ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു, FSA ഇത് ചെയ്യുന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് പക്ഷേ നമ്മളെ കൺട്രോളിലല്ല അതുള്ളത്. അപ്പോൾ നമുക്ക് പോകുന്ന സ്ഥലത്ത് എന്താ കണ്ടീഷൻ എന്നുള്ളത്, അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ചൂസ് ചെയ്യാം. അത് നമുക്ക് അവിടെ ഓപ്ഷനുള്ളൂ. പിന്നെ രണ്ടാമത്തെ സ്നാക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ അധികം സ്നാക്സും ഓയിലിൽ ഫ്രൈ ചെയ്താണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, അതായത് ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ പല മീറ്റ് ഉപയോഗിച്ചിട്ടുള്ള സ്നാക്കുകളുണ്ടാവും, അല്ലെങ്കിൽ വേറെ പല രൂപത്തിലുള്ള സ്നാക്കുകളുണ്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ ക്വാളിറ്റി അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷേ ആസ് എ വെണ്ടർ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ. പിന്നെ ഓയിൽ, കാരണം ഓയിൽ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി കുറയുകയും അതിന് ലോങ് ടൈം ആയിട്ടുള്ള ഹെൽത്ത് ഇമ്പാക്റ്റുകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഇതുണ്ടാക്കുന്ന സാധ്യതകളുണ്ട്. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി ശ്രമിക്കാം. അവിടുത്തെ ഹൈജീൻ കണ്ടീഷൻസ് ഇപ്പോൾ ഈ പല സ്ഥലത്തും കാണുന്ന ഒരു കാര്യമാണ്, ആളുകളൊട്ടും കൺസേൺഡ് അല്ല ഇതിനെ പറ്റിയിട്ട്. ഹൈജീൻ കണ്ടീഷനെ കുറിച്ച് ആരും ബോധേഡല്ല. വലിയ ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ല ഇതായിട്ടുള്ള വലിയ ബ്രാൻഡുകൾ അല്ലെങ്കിൽ അത്യാവശ്യം അങ്ങനെ രൂപത്തിലുള്ള സ്ഥലങ്ങളിൽ പോലും പോയി കഴിഞ്ഞാൽ കാണുന്ന ഡൈനിങ്ങിൽ ഈച്ച, അല്ലെങ്കിൽ ടേബിൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഫുഡ് പ്രിപ്പറേഷൻ ഏരിയ ഒക്കെ നമുക്ക് കാണാനുള്ള അവസരം കിട്ടുകയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അൺഹൈജീനിക് ആയിരിക്കും. ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാലും പ്രിപ്പറേഷൻ ടേബിൾസ് നോക്കിക്കഴിഞ്ഞാലും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുകയും അതേപോലെ തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ അവിടെയാണ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ കണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ആളുടെ പേഴ്സണൽ ഹൈജീൻ മോശമാണെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യണം. അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഹൈജീൻ കണ്ടീഷൻസ് മോശമാണെന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യണം. യൂസ് ചെയ്യുന്ന പാലിൻ്റെ ക്വാളിറ്റി നല്ല ഇതല്ല ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യണം. അങ്ങനെ കാര്യങ്ങളിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോഴേ ഈ കാര്യങ്ങൾ മാറി വരുള്ളൂ. നമ്മളെ പെർസെപ്ഷൻസ് മാറുമ്പോൾ മാത്രമേ അതായത് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും അത് മാറ്റണം എന്നുള്ള തോന്നലുണ്ടാവുള്ളൂ. അല്ല നമുക്ക് ഓക്കെ ആണെങ്കിൽ അത് അങ്ങനെ തുടങ്ങും. പലപ്പോഴും കസ്റ്റമേഴ്സും ഇതിനെ കുറിച്ചൊന്നും ബോധേഡ് അല്ലാത്തതായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു രൂപത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്നാണ്. അതെ, അത് പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അത് ആളുകൾ അതിനെ കുറിച്ച് ബോധേഡല്ല. ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ പൊതുവേ കാണുന്നൊരു മൂഡാണ് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, കാർബ് അവോയ്ഡ് ചെയ്തിട്ട് പ്രോട്ടീൻ മാത്രം ഇൻടേക്ക്, അങ്ങനത്തെ ഒരുപാട് കൈൻഡ് ഓഫ് ഡയറ്റ് കാണാറുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ ഹെൽത്തി ഈറ്റിംഗ് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഈ ഹെൽത്തി ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡിൽ നിന്ന് കാര്യമായിട്ട് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ എടുക്കാതിരിക്കുകയും അത് കൺട്രോൾ ചെയ്യുക, എടുക്കുന്ന ഇൻടേക്കിന് അളവ് കൺട്രോൾ ചെയ്യുകയും നമുക്ക് ആവശ്യമുള്ളത് മാത്രം കഴിച്ചാൽ മതി. പക്ഷേ അതോടൊപ്പം തന്നെ വേണ്ട ന്യൂട്രിയൻസ് നമുക്ക് കിട്ടണം. നമുക്ക് മെയിൻലി കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻസും മിനറൽസും വേണം, ഫാറ്റ് വേണം, വെള്ളം വേണം. ഇതാണല്ലോ മെയിൻലി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടണം.
പക്ഷേ ആവശ്യത്തിൽ കൂടുതലാവാൻ പാടില്ല. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാര്യം അവോയ്ഡ് ചെയ്യുന്നത് പിന്നെ പലപ്പോഴും അത് ഹെൽത്തി ആവണമെന്നില്ല. ഒരു പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്, പക്ഷേ എല്ലാം ഒരേ അളവിലല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ ഡെയിലി ഇൻടേക്കിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം സമീകൃതമായിട്ട്, അതായത് എല്ലാ ന്യൂട്രീഷൻസും വരുന്ന രൂപത്തിൽ കഴിക്കുക എന്നുള്ളതാണ് ഹെൽത്തി ഈറ്റിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത്, ഒരു ഡൈൻ ഔട്ടിന് വേണ്ടി പോയ സമയത്ത് നമ്മൾ പൊതുവെ സാലഡ്സ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഫുഡ് സെർവ് ചെയ്യുന്നതിൽ തന്നെ ശരിക്കും ഒരു പാറ്റേൺ ഉണ്ടല്ലോ. ഫസ്റ്റ് സാലഡ്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു മെയിൻ കോഴ്സിൻ്റെ മുന്നേ എന്തായാലും സാലഡ് തരുമല്ലോ. അപ്പോൾ അങ്ങനെ സെർവ് ചെയ്തില്ല. അപ്പോൾ നമ്മളത് വീണ്ടും ചോദിച്ചിട്ടാണ് പിന്നെ വാങ്ങിച്ചത്. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത്, കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക, അത് കഴിക്കാൻ തോന്നുന്ന രൂപത്തിലല്ല സെർവ് ചെയ്തത്. അപ്പോൾ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കത് അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. അപ്പോൾ നമ്മൾ ഈ പുറത്ത് പോയി കഴിഞ്ഞാൽ സാലഡ്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ മാരേജ് പാർട്ടിക്കൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സാലഡ് കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ സാലഡ്സ് കഴിക്കുമ്പോൾ വയറിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ തോന്നാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ഇത് നമ്മൾ കഴിക്കാൻ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഓക്കെ, സാലഡ്സ് കാര്യമായിട്ട് ഇപ്പോൾ നമ്മൾ സാലഡ്സ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഇപ്പോൾ അധികവും ഫ്രൂട്ട്, വെജിറ്റബിൾസ്, അതാണല്ലോ കാര്യമായിട്ട് ഉണ്ടാവുക. ഈ രണ്ട് സാധനം സാധാരണഗതിയിൽ ഫുഡ് എന്ന് പറയുന്നത്, ഫുഡ് നമ്മൾ കുക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള ഫുഡാണ് നമ്മൾ ഫുഡ് എന്നുള്ള രൂപത്തിൽ സാധാരണ രൂപത്തിൽ പറയാം. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ഒരുവിധം മൈക്രോബ്സ് എല്ലാം നശിച്ചു പോകും. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റോ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നശിച്ചു പോകും. പക്ഷേ സാലഡ്സ് നോർമലി കുക്ക് ചെയ്യുന്നതല്ല. ചില കുക്ക്ഡ് ഐറ്റംസ് അതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സാലഡ് എന്ന് പറയുന്ന സാധനം ജനറലി റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ റോ ഫ്രൂട്ടിൽ അല്ലെങ്കിൽ റോ വെജിറ്റബിൾസിൽ എന്ത് മൈക്രോബ് ഉണ്ടെങ്കിലും അതേപോലെ ഇതിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇത് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. വാഷിംഗ് ആൻഡ് സാനിറ്റേഷൻ അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ സോഴ്സ് വാങ്ങിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാതെ അൺഹൈജീനിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യാത്ത സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതും അതേപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട്. കാരണം റോ റെഡി ടു ഈറ്റ് എന്നാണ് സാലഡ്സിനെ പൊതുവേ പറയാം. കാരണം റോ ആണ്, പക്ഷേ റെഡി ടു ഈറ്റ് ആയിട്ടില്ല. കാരണം അവിടെ ഒരു കുക്കിംഗ് പ്രോസസ്സ് വരാത്തതുകൊണ്ട് തന്നെ അതിലുള്ള മൈക്രോബ്സ് പോകില്ല. അപ്പോൾ അവിടെ അത് ഹാൻഡിൽ ചെയ്യുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ, അതുകൊണ്ടാണ് ഈ ഫുഡ് പോയ്സണിങ് പലതും റിലേറ്റഡ് ആവുന്നതിനായിട്ട്. കാരണം അഗ്രികൾച്ചർ ഫീൽഡ്, ഇപ്പോൾ സാലഡ്സിലുള്ള ലീഫുകൾ അതേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ അഗ്രികൾച്ചർ ഫീൽഡിൽ ഇപ്പോൾ പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ പിന്നെ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കി ഒരു ഈ സാലഡ് ലീഫിലുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യും. അപ്പോൾ അവിടെയാണ് അതിൻ്റെ റിസ്ക് വരുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻലി ആയിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഏറ്റവും പിന്നെ എന്താ പറയുക കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധനമാണ് സാലഡ്. കാരണം ആളുകൾക്ക് ഇതൊരു വേണ്ട സാധനമല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. പല റെസ്റ്റോറൻറ്റ്സും അങ്ങനെയാണ് ഇതിന് ട്രീറ്റ് ചെയ്യുക. കാരണം ഒരു മീൽ ഇത് ചെയ്യുന്ന സമയത്ത് ആ മീലിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷവായ, അതിൻ്റെ കൂടെ സാലഡ്, ചിലപ്പം ഫ്രൈസ് ഉണ്ടാവും. അങ്ങനെ ഒരു മീലാണ് കോംബോ മീൽ എന്നുണ്ടെങ്കിൽ ഈ ഷവായൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമാണെന്നാണ് പലരും ഈ കൊടുക്കുന്ന ആൾ തന്നെ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും അത് മിസ്ഹാൻഡിൽ ചെയ്യപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടേബിൾ, അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വാഷിംഗ് പ്രോപ്പറായിട്ട് ചെയ്തെന്ന് വിചാരിക്കാം. കട്ടിംഗ് ടേബിൾ, ഇപ്പോൾ മീറ്റൊക്കെ കട്ട് ചെയ്ത ടേബിളിലാണ് നമ്മൾ, അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലാണ് ഇത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മീറ്റിലുള്ള ബാക്ടീരിയസ് അതേപോലെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതേപോലെ സ്റ്റോറേജ്, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസ്, കാരണം ഹോൾ വെജിറ്റബിൾസ് ഇരിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഹോൾ ഫ്രൂട്ട് ഇരിക്കുന്നത് പോലെ അല്ലല്ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും. കാരണം അത് എക്സ്പോസ്ഡ് ആണ്, അതിൻ്റെ കവറിങ് പോയി, അത് പുറത്തുള്ള എൻവയോൺമെൻറ്റിനായിട്ട് എക്സ്പോസ്ഡ് ആണ്, പെട്ടെന്ന് അത് കേടായി പോകും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം, കവർ ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ ചില്ല് ചെയ്യേണ്ട സമയത്ത്, അതായത് കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്തോട്ട് സീസണിങ്സൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് ടെമ്പറേച്ചർ സ്റ്റോറേജ് ചെയ്യണം. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അതെ. കാരണം റോ റെഡി ടു ഇങ്ങനത്തെ ഐറ്റംസ് എപ്പോഴും ചിൽഡ് കണ്ടീഷൻസ് 0 to 5 ഡിഗ്രീൻ്റെ താഴെ വെക്കണം എന്നാണ് പറയുക. കാരണം മൈക്രോബിയൽ ഗ്രോത്ത് ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലാത്ത
ഒരു ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിൽ 0 to 5 ഡിഗ്രി, കോൾഡ് ഐറ്റംസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് 5 ഡിഗ്രീൻ്റെ താഴെയാണ്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ അത് സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാത്തതാണ് ഈ ഫുഡ് പോയ്സണിങ് ഇതിനായിട്ട് കൂടുതലായിട്ട് ഇത് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, ലാസ്റ്റ് വീക്കിൽ ജൂൺ 7 ഫുഡ് സേഫ്റ്റി ഡേ. ഈ ഒരു ഡേ കൊണ്ട് ശരിക്കും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ജൂൺ 7 ആണ് വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. WHO വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ഫുഡ് സേഫ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവരിവെയർ, അതാണ് ജൂൺ 7 ആയിരുന്നു വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ. ഈ പ്രാവശ്യത്തെ തീം അതായിരുന്നു. അതായത് ബർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവരിവെയർ. ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഈ ബർഡൻസ് എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുഡ് പോയ്സണിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തുമാത്രം ഇഷ്യൂസ് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഫുഡ് സേഫ് ആകാം. കാരണം ഒരു ഫുഡ് പോയ്സണിങ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ എന്താ പറയുക, ഹോസ്പിറ്റലൈസേഷൻ, അതിൻ്റെ ചിലവുകൾ, പിന്നെ നമ്മുടെ മാൻഡേ നഷ്ടപ്പെടുന്നത്, നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അതിനോട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഇമ്പാക്ട്സ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പിന്നെ അത് ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ബുദ്ധികൾ, അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടുന്ന് നമ്മൾ സൊല്യൂഷൻസിലേക്ക് പോവാം. എന്താണ്, എങ്ങനെയാണ് അതില്ലാണ്ടിരിക്കാൻ. അപ്പോൾ പ്രിവെൻറ്റീവ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലേക്ക് എങ്ങനെ നമുക്ക് ഫുഡ് സേഫായിട്ട് വെക്കാം. നമ്മൾ വീട്ടിൽ നമ്മളെങ്ങനെ സേഫായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് എങ്ങനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ മെയിൻലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ പിന്നെ നല്ല എന്താ പറയുക, ഫുഡ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് സോഴ്സ് പിന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വ്യത്യസ്ത ഐറ്റംസ് മിക്സ് ആവാതെ, അതായത് ഇപ്പോൾ മീറ്റ് ഐറ്റംസോ അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ കൂടെയൊക്കെ മിക്സ് ആവാത്ത രൂപത്തിൽ, അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുക. പിന്നെ പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്യുക, പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുക, സെപ്പറേറ്റ്, അങ്ങനെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ സൊല്യൂഷനിലേക്ക് ഇത് അപ്പോൾ നമ്മളൊരു ടോട്ടലി എടുത്ത് നോക്കിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇത് ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. പബ്ലിക്കിന് അതിന് റോളുണ്ട്, ഗവൺമെൻറ്റിന് റോളുണ്ട്, ഓർഗനൈസേഷൻസിന് റോളുണ്ട്. എല്ലാവരുടെയും ഒരു കളക്റ്റീവായിട്ടുള്ള, ഇപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം, ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് കമ്പനി, അല്ലെങ്കിൽ അങ്ങനെ പല രൂപത്തിൽ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലങ്ങൾ, എല്ലാവരും അവരവരുടെ റോള്, ഇപ്പോൾ ഗവൺമെൻറ്റിന് അവരുടേതായിട്ടുള്ള റോൾസ് ഉണ്ട്. പിന്നെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലീഗൽ ബൗണ്ടറീസ് എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കൽ, ഇതിൻ്റെ എന്താ പറയുക, ഇൻസ്പെക്ഷൻസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓഡിറ്റിങ് ചെയ്യേണ്ടത്, ആ രൂപത്തിലുള്ള, അങ്ങനെ ഓരോരുത്തരും അവരുടെ റോൾസ് പ്രോപ്പറായിട്ട് ചെയ്യുക, ആ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻസിലേക്ക് എത്താൻ പറ്റും. ഫുഡ് പോയ്സണിങ് കേസസ് അല്ലെങ്കിൽ ഫുഡ് ബോൺ ഇൽനെസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ആ ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഫുഡ് സേഫ്റ്റി ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഡെലിവറി ചെയ്യുക എന്നുള്ളത്. ഒരു ബിസി ലൈഫിൽ പലപ്പോഴും നമുക്ക് ഈ ടിഫിൻ ക്യാരി ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ആരെങ്കിലും ദൂരമുള്ളവർക്ക് ഒക്കെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവർക്ക് അവിടെ ഡെലിവറി ചെയ്യുന്ന രീതി ഒരുപാട് കൈൻഡ് ഓഫ് ബിസിനസ്സുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്ന ഫുഡ് എത്രത്തോളം നമുക്ക് സേഫ് ആയിരിക്കും? പ്രത്യേകിച്ചും കോവിഡിന് ശേഷമുള്ള ഒരു സമയത്താണ് അല്ലെങ്കിൽ കോവിഡിൻ്റെ ടൈമിലാണ് ഈ ഫുഡ് പാർസലിങ് ഇത്രയും കൂടുതൽ. നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര കൂടുതൽ ഫുഡ് ഡെലിവറീസും അല്ലെങ്കിൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് കഴിക്കുന്നതൊക്കെ ആ ഒരു മാറ്റം വരുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഇതിൽ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, പാക്കേജിങ് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, സേഫ്റ്റി. അപ്പോൾ അത് ഫുഡ് സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആവണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നത് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഫുഡ് സാധാരണഗതിയിൽ പറയാം, ഹോട്ട് ഫുഡ് ഹോട്ടും കോൾഡ് ഫുഡ് കോൾഡും ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറയാം. അതായത് ഹോട്ട് ഫുഡ് എന്ന് പറയുമ്പോൾ 60 ഡിഗ്രീൻ്റെ മേളിൽ വേണം സ്റ്റോർ ചെയ്യാൻ. കാരണം ബാക്ടീരിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കൂടുതൽ സമയം വെക്കുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ തന്നെ കോൾഡ് ഫുഡ് നേരത്തെ പറഞ്ഞ പോലെ 0 to 5 ഉള്ളിൽ 5 ഡിഗ്രീൻ്റെ താഴെ വെക്കണം. അപ്പോൾ നമ്മൾ പാർസൽ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടാണ് വരിക. ഈ ഒരു പാക്കേജിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സോസസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ, കോൾഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ, സാലഡ് ഉണ്ടെങ്കിൽ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ഹോട്ട് ഫുഡിൻ്റെ കൂട്ടത്തിന് ഒരുമിച്ച് പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെട്ടെന്ന് തന്നെ കൺസ്യൂം ചെയ്യുന്നില്ലെങ്കിൽ
അത് സ്റ്റോർ ചെയ്തിരുന്നത് പ്രോപ്പറായിട്ട്. ഇപ്പോൾ സാലഡ്സൊക്കെ ഉള്ളിൽ തന്നെ ചില്ലറിലേക്ക് നമ്മൾ റെഫ്രിജറേറ്ററിലേക്ക് മാറ്റി വെക്കുക. ഹോട്ട് ഫുഡ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് അല്ലെങ്കിൽ ചൂടാക്കിയിട്ട് കുറച്ച് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോട്ട് ഹോൾഡിങ് സൗകര്യം ഉണ്ടാവും. വീട്ടിലിപ്പോൾ നമുക്ക് നോർമലി ഹോട്ട് ഹോൾഡിങ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അധികം സമയം ആവാണ്ട് 2 മണിക്കൂറിനുള്ളിൽ കൺസ്യൂം ചെയ്യണം എന്നാണ് FSSAI പറയുന്നത്. അപ്പോൾ എത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് കൺസ്യൂം ചെയ്യുക എന്നുള്ളത്, ഫ്രഷ് ആയിട്ട് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് നമുക്കതിൽ നോക്കാൻ പറ്റുന്ന, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കൺട്രോൾ. അതേപോലെ തന്നെ ഇതേപോലെ സാലഡ് പോലത്തെ സാധനങ്ങൾ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചില്ല് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചില്ലറിലേക്ക് വെച്ചിട്ട് കുറേ കൂടി സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ റീഹീറ്റ് ചെയ്തിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് വെജ് ആണോ നോൺ വെജ് ആണോ കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്? ഈ വെജ് നോൺ വെജ് എന്നുള്ളത് പ്യുവർലി പേഴ്സണൽ ചോയ്സാണ്. പിന്നെ ചില ആളുകൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലർ നോൺ വെജ് തീരെ പ്രിഫർ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസസ് ആണ്. പിന്നെ ചിലർക്ക് അത് അവർക്ക് ഡൈജഷനൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അവർ എപ്പോഴും ഇത് ചെയ്യും. പക്ഷെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെജാണോ നോൺ വെജാണോ ഫുഡ് സേഫ്റ്റി പരമായിട്ട് ഏറ്റവും ഏതാണ് സേഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ വെജ് ഐറ്റംസ് അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള, നോൺ വെജ് മാത്രമല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഹൈ റിസ്ക് ആണ്. കാരണം നമുക്ക് പുറത്ത് നോർമൽ ഇപ്പോൾ ഡ്രൈ ഫുഡ് പോലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫുഡ് ഏതാണെങ്കിലും, കാരണം അതിനകത്തൊക്കെ പ്രോട്ടീൻ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹൈ റിസ്ക് കൂടുതലാണ് എപ്പോഴും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ പ്രോഡക്റ്റ് നമുക്ക് കൂടുതൽ സമയം വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. ഡ്രൈ ആയിട്ടുള്ള ഇപ്പോൾ ബിസ്ക്കറ്റ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രൈ പ്രോഡക്റ്റുകളാണ് നമുക്ക് കുറേ കൂടി നമുക്ക് കൂടുതൽ സമയം എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ യാത്രകളിൽ വെജ് നോൺ വെജ് എന്നുള്ളതല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ കഴിക്കുന്ന സ്ഥലം നമുക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഡൈജഷനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നോൺ വെജ് ഒഴിവാക്കാം. അതൊക്കെ നമ്മൾ പേഴ്സണൽ ചോയ്സസിൽ ചെയ്യാം. പക്ഷേ നോക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ് അവിടുത്തെ ഹൈജീൻ കണ്ടീഷൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത്, പിന്നെ ആ റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി എങ്ങനെയുണ്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള റിവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാരണം ഇപ്പോൾ എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് റിവ്യൂസ് നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിവ്യൂസ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ മുമ്പ് ഫുഡ് പോയ്സണിങ് കേസസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ റെഗുലറായിട്ട് കംപ്ലയിൻറ്റ് വരുന്നൊരു സ്ഥലമാണോ, അല്ലെങ്കിൽ കസ്റ്റമർക്ക് അവരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്. ടേസ്റ്റ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, വേറെ എന്തെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഫുഡ് പോയ്സണിങ് കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആ രൂപത്തിലുള്ള ഇഷ്യൂസ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും അങ്ങനത്തെ കമൻറ്റ്സ് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൊണ്ടുവരുന്ന ആളുകളുടെ പേഴ്സണൽ ഹൈജീൻ നമ്മളെപ്പോഴും കെയർഫുൾ ആവേണ്ട ഒരു കാര്യമാണ്. കാരണം പേഴ്സണൽ ഹൈജീൻ സൂക്ഷിക്കാൻ അറിയാത്ത ഒരാളാണെങ്കിൽ, ഇപ്പോൾ നഖങ്ങളൊക്കെ വലിയ നഖമായിട്ട് ആകെ ചളിയൊക്കെ നിറഞ്ഞിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാതിരിക്കാൻ ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ അവർക്ക് സ്വന്തം പേഴ്സണൽ ഹൈജീൻ നോക്കാൻ പറ്റാത്ത ഒരാൾ ബാക്കി ഫുഡ് പ്രിപ്പറേഷൻസ് എങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അതൊരു പ്രാക്ടീസാക്കി വേണമെങ്കിൽ മാറ്റിയെടുക്കാം. നമുക്ക് അങ്ങനെ ഒരു പ്രാക്ടീസിലേക്ക് വരണം. അപ്പോൾ ചില രാജ്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്, ഓപ്പൺ ആയിട്ടുള്ള, പുറത്തുനിന്ന് കാണാൻ പറ്റും. ഇത് ഡൈനിങ്ങിൽ ഇരിക്കുന്ന ആളുകൾക്ക് കാണാം. ഫുഡ് പ്രിപ്പറേഷൻ ഏരിയ ഗ്ലാസ് ഡോർ മാത്രമേ കൊടുത്തിട്ടുണ്ടാവും, ഉള്ളിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അത് എന്താണ് അവിടെ നടക്കുന്നുള്ള അറ്റ്ലീസ്റ്റ് ഒരു ഡോറിൻ്റെ അവിടെ നിന്നിട്ടെങ്കിലും ഉള്ളിൽ നടക്കുന്ന കിച്ചൺ എന്താണെന്നുള്ളത് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ചുറ്റുഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയത് കാണാം. അതിൻ്റെ അവർ വേസ്റ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, വേസ്റ്റ് ബിന്നൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രിഫറൻസിലേക്ക് വരേണ്ടതുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പബ്ലിക് മാറിക്കഴിഞ്ഞാലേ പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളും മാറുള്ളൂ. ഓക്കെ. അതുപോലെ നമ്മൾ കുട്ടികളുടെ കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ പലപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് അവർ പ്രിഫർ ചെയ്യുക നൂഡിൽസ്, അതുപോലെ ജങ്ക് ഫുഡ് ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിലൊക്കെ പൊതുവെ എന്തായാലും ഈ MSG കണ്ടന്റ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് എത്രത്തോളം കുട്ടികൾക്ക് നമ്മൾ പലപ്പോഴായിട്ട് വാങ്ങിക്കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനൊരു അഡ്വൈസ് തരാൻ കഴിയുക? അപ്പോൾ അജിനോമോട്ടോയാണ് പ്രശ്നം, MSG ആണ് പ്രശ്നം, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. ഈ MSGനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഇത്ര മാത്രം അപകടകരമായിട്ടുള്ള സാധനമാണെന്ന് പറയുന്നില്ല. പക്ഷേ FSSAI ഒക്കെ അത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ യൂസേജ്. ഇപ്പോൾ ഗർഭിണികൾക്ക് അതേപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സ്വാഭാവികമായിട്ടും ചൈനീസ് അല്ലെങ്കിൽ പല ഫുഡ്, ചൈനീസ് എന്ന് മാത്രം മുമ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ചൈനീസ് ഐറ്റംസിലായിരുന്നു MSG യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ
ഒരുവിധം എല്ലാ സാധനത്തിലും MSG ഇല്ലാണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അറിയാത്ത പോലെയാണ് ഷെഫുമാർക്കൊന്നും. ഇപ്പോൾ MSG ഇല്ലാണ്ട് അജിനോമോട്ടോ യൂസ് ചെയ്യാണ്ട് അത് ചെയ്യാൻ അറിയില്ല. ആ രൂപത്തിലായിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ മെയിൻ വിഷയം എന്നുണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് എൻഹാൻസറാണ്. ഒരു സോൾട്ട് പോലെയുള്ള ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ മുമ്പൊക്കെ സീവീഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ എന്നൊക്കെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. വട്ടെവർ അതിൻ്റെ ക്വാണ്ടിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം. ഏത് ഫുഡ് ഇൻഗ്രീഡിയൻ, ഏത് ഫുഡിൽ യൂസ് ചെയ്യുന്ന അതേപോലുള്ള സീസണിങ് ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യണം. അത് നോക്കേണ്ടത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾ കൂടുതൽ ജങ്ക് ഫുഡ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇൻഹൗസായിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആൾട്ടർനേറ്റീവ്സ് ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ നൂഡിൽസ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കുറേ കൂടി വെജീസ് അതേപോലെ തന്നെ ചെറിയ ഇത് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് MSG ഇല്ലാണ്ടത് പ്രിപ്പയർ ചെയ്യാമല്ലോ. അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നെ അറിയാം വീട്ടിൽ ചിക്കൻ ഐറ്റംസിലും ഇത് വരൂലേ എന്തായാലും? തീർച്ചയായിട്ടും. ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ പിന്നെ ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കോട്ടിങ്ങുള്ള ബ്രെഡിങ്ങുള്ള ചിക്കനിലൊക്കെ എല്ലാത്തിലും നോർമലി മിക്കവാറും എല്ലാ സാധനങ്ങളിലും MSG ഉണ്ട്. അത് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് പുറത്തുനിന്ന് കഴിക്കുന്നത് കുറക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ചെറിയ കുട്ടികൾക്കും പിന്നെ അതേപോലെ ഗർഭിണിയായിട്ടുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന ഒരു സേഫ് സൈഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻഹൗസായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു രൂപത്തിലേക്ക് പോകാം. നമുക്ക് വീട്ടിൽ തന്നെ അപ്പോൾ നമുക്കറിയാം ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താണ് നമ്മളെന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ കേസിലുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ലോലിപോപ്സ് ക്യാൻഡീസ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഏത് മാളിൽ പോയി കഴിഞ്ഞാലും ഇൻ കേസ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ വരെ അവിടെ ക്യാഷ് കൗണ്ടറിൻ്റെ അപ്പുറത്ത് അതെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ കുട്ടികൾക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൺസേൺ ആവേണ്ടത്? ഇതിൽ മെയിൻലി ഇപ്പോൾ ലോലിപോപ്സ് പിന്നെ അല്ലെങ്കിൽ ഇതേപോലത്തെ മിഠായികൾ ക്യാൻഡീസിലുള്ള മെയിൻലി പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് ഹൈ ഷുഗർ കണ്ടൻ്റ് ആണ്. രണ്ടാമത് അതിൽ യൂസ് ചെയ്യുന്ന കളറുകൾ. അപ്പോൾ ഇത് ഫുഡ് ഗ്രേഡ് കളറുകളാണോ എന്നുള്ളത് ഒരു കൺസേൺ ആണ്. ഇവർ യൂസ് ചെയ്യുന്ന ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള കളറുകൾ തന്നെയാണോ എന്നുള്ളത് ഒരു കൺസേൺ ആണ്. രണ്ടാമത്തത് ഈ ഹൈ ഷുഗർ ഉണ്ടാകുമ്പോൾ പിന്നെ ഡെൻ്റൽ ഡിക്ക് അതേപോലെ തന്നെ ഹെൽത്ത് ഇമ്പാക്റ്റുകൾ കുറേ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും മുന്നിൽ ഫുള്ളായിട്ട് നിരത്തി വെച്ചിരിക്കുന്നത് കാണാം, പല രൂപത്തിലുള്ള പല കളർഫുള്ളായിട്ടുള്ള ക്യാൻഡി. ഒന്ന് നമുക്ക് നോക്കാം ഇത് സോഴ്സ് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നുള്ളത്, ഉണ്ടാക്കുന്നത് ആരാണ്. കുറച്ചുകൂടി റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ലേബലിംഗ് കൊടുത്തുള്ള കമ്പനി ആണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അതിനകത്ത്. പിന്നെ ലേബൽ നോക്കുക എന്നുള്ളത് എന്താണ് ഇതിനകത്തുള്ളത്. നമുക്കിപ്പോൾ ഈ ഇൻഫർമേഷൻസ് നമുക്ക് ഗൂഗിളിനകത്തോ അല്ലെങ്കിൽ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കെമിക്കലും എന്താണ് എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ അതൊന്ന് വെറുതെ വായിച്ച് നോക്കാം. ഈ ലേബലിനകത്ത് എന്തൊക്കെയാണ് ഇവരത് യൂസ് ചെയ്യുന്നത്, ഏത് കളറാണ് യൂസ് ചെയ്യുന്നത്, ഫുഡ് ഗ്രേഡ് കളർ തന്നെയാണോ, ഇത് ബാൻഡായിട്ടുള്ള കളറാണോ അത് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിലേക്ക് പോകാതിരിക്കണം നല്ലത്. കാരണം അത് ലേബൽ അതിനകത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ കൺട്രോൾ നമുക്ക് അവിടെ വെക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എല്ലാ സമയത്തും കഴിക്കേണ്ട ഒരു സാധനമല്ല, ലിമിറ്റഡ് ആയിട്ട് വല്ലപ്പോഴും ഒക്കെ ഓക്കെ. കാരണം നമുക്ക് ഇത് പിന്നെ ഇത് അടുത്തൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളത് കഴിച്ചു കഴിഞ്ഞാൽ വായൊക്കെ കറക്റ്റായിട്ട് വാഷ് ചെയ്ത്, കാരണം ഷുഗർ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വേറെ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആൾട്ടർനേറ്റീവ്സ് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. കളറിന് പലതും നമുക്ക് ചെയ്യാൻ പറ്റും. വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടൊക്കെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആ രൂപത്തിൽ നമുക്ക് ആ ഒരു ആൾട്ടർനേറ്റീവിനെ കുറിച്ചും ചിന്തിച്ച് നോക്കാൻ പറ്റും. അതുപോലെ നമ്മൾ മാളുകളിൽ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ 2 ചോയ്സ് ഉണ്ട്. ചിക്കൻ വാങ്ങുന്ന കാര്യത്തിൽ ഫ്രഷ് ചിക്കനും ഉണ്ട്, അതുപോലെ ഫ്രോസൺ ചിക്കനും ഉണ്ട്. ഫ്രോസൺ ചിക്കൻ എടുത്ത് നോക്കിയാൽ ഒരു 1 ഇയർ എക്സ്പയറി ഡേറ്റ് ഒക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അപ്പോൾ ആസ് എ ഫുഡ് സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൺസേൺഡ് ആണെങ്കിൽ ഫ്രഷ് ചിക്കൻ ആണോ ഫ്രോസൺ ചിക്കൻ ആണോ വാങ്ങാൻ നല്ലത്. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അപ്പം തന്നെ കൺസ്യൂം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ ഫ്രീസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്തേക്ക് നമ്മൾ ഏതാണ് പ്രിഫർ ചെയ്യേണ്ടത്? ഓക്കെ, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ചിക്കൻ, ഫ്രോസൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ -18 താഴെ ടെമ്പറേച്ചറിൽ പിന്നെ ഫ്രോസൺ കണ്ടീഷനിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അത് ലോങ് ഷെൽഫ് ലൈഫിലേക്ക് സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഫ്രഷ് ചിക്കൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രഷ് ചിക്കൻ എന്താണ്, നമ്മളടുത്തുള്ള ഷോപ്പിൽ പോയിട്ട്
ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങുന്ന ചിക്കനായിരിക്കും. നമുക്ക് നമ്മളെ ചുറ്റുഭാഗത്തൊക്കെ അങ്ങനെയാണ് അധികവും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഫ്രഷ് ചിക്കൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള കട്ട്, അതായത് പിന്നെ നോർമലി ഒരു 3 to 5 days ഷെൽഫ് ലൈഫ് വരുന്ന പിന്നെ ചിൽഡ് കണ്ടീഷനിൽ സൂക്ഷിക്കുന്ന പിന്നെ ചിക്കൻ. അതാണ് ശരിക്കും ഫ്രഷ് ചിക്കൻ എന്നുള്ളത് കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്ന സംഭവം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടും നല്ലതാണ്. പ്രോപ്പറായിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫ്രോസൺ കണ്ടീഷനിൽ വെക്കുന്ന സമയത്ത് കുറച്ച് ന്യൂട്രീഷൻ ലോസൊക്കെ ഉണ്ടാവും. പ്രോട്ടീൻസിൻ്റെ ഒക്കെ കുറച്ച് കുറവൊക്കെ മാറ്റങ്ങളൊക്കെ വരും. നമ്മൾ അത്രയും സമയം സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും വരില്ല. പക്ഷേ വൺസ് എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഫ്രോസൺ ചിക്കൻ അത് ഇപ്പോൾ പിന്നെ ചില്ലർ ഫ്രീസറിനകത്ത് ഇരിക്കുന്ന ഒരു കോൾഡ് സ്റ്റോറേജിനകത്ത് ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നെ ടെമ്പറേച്ചർ വേരിയേഷൻ വരികയാണ്. ഇപ്പോൾ കറണ്ട് കട്ടായി, അത് ടെമ്പറേച്ചർ മൊത്തം ആയി, വീണ്ടും കറണ്ട് വരുന്ന സമയത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും സേഫാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതിന് ഒരുപാട് ക്വാളിറ്റിയിലും സേഫ്റ്റിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ചിക്കന് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പിന്നെ എന്താ പറയുക, സ്ലോട്ടർ ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഇത് കട്ട് ചെയ്തിട്ട് വന്നിട്ട് ചിൽഡ് കണ്ടീഷനിൽ വരുന്നത് നമുക്ക് പാക്കറ്റിൽ വരുന്ന ചിക്കൻ, അത് അതിനുള്ള കണ്ടീഷൻസ് എൻഷുർ ചെയ്തിട്ടുണ്ട്. അവിടെയും ടെമ്പറേച്ചർ കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെമ്പറേച്ചർ കൺട്രോൾ മാത്രമാണ് അതിൻ്റെ ഒരു കൺട്രോൾ എന്ന് പറയുന്നത്, അത്രയും സമയം സൂക്ഷിക്കാൻ പറ്റുന്നത്. മൂന്നാമത്തെ നമ്മൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് വാങ്ങുന്നത്, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് വീട്ടിലെത്തിയത് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ സമയത്തേക്ക് എടുത്ത് വെക്കുന്നത് ഒരിക്കലും പിന്നെ അഡ്വൈസബിൾ അല്ല. പിന്നെ വേറൊരു കാര്യം കാണുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ചെറിയ ചിക്കൻ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അവർ പിന്നെ ഇപ്പോൾ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും അവിടെ. അതൊരിക്കലും പ്രിഫറബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അവിടെ ഒരു കണ്ടീഷനിൽ നോർമൽ ടെമ്പറേച്ചറിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്, അത് എത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ കുക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. അതുപോലെ ഇതിൻ്റെയൊക്കെ കേസിൽ ഈ ഡീഫ്രോസ്റ്റിംഗ് തന്നെ പ്രോസസ്സ് ഉണ്ടല്ലോ. അതിപ്പോൾ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും ഫ്രോസൺ ഒരു ഐസ് പോകുന്നവരെ. ഇൻ കേസ് നമുക്ക് സമയമില്ലെങ്കിൽ ചിലർ പറയും എനിക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചാൽ അല്ലെങ്കിൽ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ, അങ്ങനത്തെ അതൊന്നും ശരിക്കും എങ്ങനെയാണ് നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ 2-3 മെത്തേഡിൽ നമുക്ക് തോയിങ് ചെയ്യാൻ പറ്റും. ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ചെയ്യാം തോയിങ്, അല്ലെങ്കിൽ കോൾഡ് വാട്ടറിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് നമ്മൾ ഫ്രീസറിൽ നിന്ന് മാറ്റിയിട്ട് ചില്ലറിലേക്ക് 0 to 5 ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ സാവധാനം അത് ആവും. അതാണ് സേഫ് പ്രാക്ടീസസ് തോയിങ്ങിനുള്ള. അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ 5 degree കൂടാൻ പാടില്ല ഈ ടെമ്പറേച്ചർ. കാരണം എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കൂടി റൂം ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഒരുപാട് സമയം പുറത്തെടുത്തൊക്കെ എടുത്ത് വെച്ച് സാധാരണ അങ്ങനെയല്ല ചെയ്യാം, പുറത്തെടുത്തിട്ട് അവിടെ വെക്കും. അപ്പോൾ ഇത് വെക്കുന്നത്, അപ്പോൾ മിനിമൽ ടൈം നമ്മൾ പുറത്ത് വെക്കുക എന്നുള്ളതാണിത് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ വീട്ടിൽ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഒക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനൊന്നും വാഷ് ചെയ്യാൻ പാടില്ല എന്നാണ് WHO പറയുന്നത്. അതായത് വാഷ് ചെയ്യുമ്പോൾ, കാരണം ചിക്കനിൽ ആൾറെഡി പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്, എസ്പെഷ്യലി സാൽമണല്ല പോലത്തെ. അപ്പോൾ അത് ഈ വാഷ് ചെയ്യുന്ന സമയത്ത് വാഷിംഗ് സിങ്കും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് എത്രമാത്രം, പക്ഷേ പറയുന്നത് ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഫ്രോസൺ ആണെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് ചില്ലറിലേക്ക് വെക്കാം, എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അത് നമുക്ക്, അപ്പോൾ അത് ആ സമയമാകുമ്പോഴേക്കും അത് ഐസൊക്കെ പോയിട്ട് അതൊന്ന് നോർമൽ ഇതായിരുന്നു ആയിട്ടുണ്ടാവും, എന്നിട്ട് കുക്ക് ചെയ്യാം. അതാണ് അതിൻ്റെ കുറച്ചും കൂടി സേഫ് മെത്തേഡ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നൊരു സംഭവമാണ് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ വാക്സ് കോട്ടിംഗ് ഒക്കെ വരുന്ന ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുക? ഓക്കെ, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിളിൻ്റെ കാര്യത്തിൽ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഫസ്റ്റ് പറഞ്ഞ പോലെ വാക്സിങ്. സാധാരണഗതിയിൽ വാക്സ് പുറത്ത് യൂസ് ചെയ്യുന്ന വാക്സ് എന്ന് പറഞ്ഞാൽ ബി വാക്സ്, അതായത് ഫുഡ് ഗ്രേഡ് വാക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്.
അപ്പോൾ അത് കൂടുതൽ സമയം അതിൻ്റെ ഫ്രഷ്നെസ് നിൽക്കാൻ വേണ്ടിയിട്ട് കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്സിങ് ചെയ്യുന്നത്, വാക്സ് കോട്ടിങ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുറേ ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആപ്പിൾ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ദൂരം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വാക്സ് കോട്ടിങ് ചെയ്യുന്നത്. പക്ഷേ അത് ഫുഡ് ഗ്രേഡ് വാക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പല സമയത്തും ഇത് ഫുഡ് ഗ്രേഡ് അല്ലാത്ത വാക്സ് യൂസ് ചെയ്യുന്ന പ്രാക്ടീസസ് കാണലുണ്ട്. അപ്പോൾ അതൊരു ഒരു കൺസേൺ ആണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇത് പഴുപ്പിക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പല കെമിക്കൽസ്. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പെസ്റ്റിസൈഡുകൾ പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, കേടാവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പലതും സ്പ്രേ ചെയ്യുന്ന ആ രൂപത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കെമിക്കൽസ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് വാങ്ങിക്കുന്ന സ്ഥലത്തിൻ്റെ ആ സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്നൊരു വെണ്ടറിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് ഇത് കൊണ്ടുവരുന്ന സ്ഥലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അവർ ആ രൂപത്തിലുള്ള കാര്യങ്ങളും അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അത് ആ രൂപത്തിൽ നോക്കാം. രണ്ടാമത്തെ കാര്യം, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് ഒരു ഇളം ചൂട് വെള്ളത്തിലൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഈ വാക്സ് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ വെജിറ്റബിൾ സാനിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന സാനിറ്റൈസേഴ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. ഓക്കെ, നമുക്ക് വീട്ടിൽ തന്നെ ഒരു ടാബ്ലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ലിക്വിഡായിട്ട് അത് പിന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇത്ര ലിറ്റർ വെള്ളത്തിൽ ഇത് ഇത്ര ml അല്ലെങ്കിൽ ഇത്ര തുള്ളി യൂസ് ചെയ്തിട്ട് ആ രൂപത്തിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ട് ഒരു ടാബ്ലറ്റ് ഇത്ര ലിറ്റർ വെള്ളത്തിൽ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാനിറ്റൈസ് ചെയ്യാം പ്രോപ്പറായിട്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് തൊറോ വാഷിങ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പുറത്തുള്ള പെസ്റ്റിസൈഡുകൾ അല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ബോട്ടിൽഡ് ഡ്രിങ്കിങ് വാട്ടർ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തന്നെ ഒരു ഇൻഹിബിഷൻ ഉണ്ടാവാറുണ്ട്, ഇത് നല്ല കമ്പനി ആവോ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ വെള്ളം വാങ്ങി കുടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഓക്കെ, പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ അല്ല, ടെക്നിക്കലി അങ്ങനെയാണ്. ഇപ്പോൾ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് തന്നെ അത്രയും കൂടുതൽ കമ്പനികൾ, ഈവൻ മാരേജ് റിസപ്ഷനിൽ അതെ അതെ അതെ, ഫംഗ്ഷനിലാണെങ്കിലും പിന്നെ എവിടെയാണെങ്കിലും നമുക്ക് ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. മുമ്പത്തെ പോലെ ഒന്നും അല്ല, നമ്മൾ ഒരുപാട് ഇതിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. 2-3 കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാം. ഒന്ന്, പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ സോഴ്സ് ആരുണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് വരുന്ന കമ്പനികൾ, ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, പല കമ്പനികളും പിന്നെ എന്താ പറയുക, ബഹുരാഷ്ട്ര കമ്പനികൾ മുതൽ മൾട്ടിനാഷണൽ കമ്പനികൾ മുതൽ ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സ് വരെ ഉണ്ട്. പലരും പ്രോപ്പറായിട്ട് ചെയ്യുന്നത് തന്നെയാണ്, പ്രോസസ്സ് നന്നായിട്ട് ചെയ്യുന്ന. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും പോയിട്ട് അവർ പ്രോസസ്സ് ചെയ്യുന്നതും അതിൽ പല രൂപത്തിൽ ഇത് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു നല്ല കമ്പനിയുടെ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ചെയ്ത കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുണ്ടെങ്കിൽ പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും കോപ്പി അവൈലബിൾ ആണ്. അപ്പോൾ സ്പെല്ലിങ് പ്രോപ്പറായിട്ട് നോക്കണം അങ്ങനത്തെ വാട്ടർ വാങ്ങിക്കുന്ന സമയത്ത്. കാരണം അവരുടെ പ്രോസസ്സ് ഉണ്ട്. ഞാൻ പേഴ്സണലി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഒരു കമ്പനിയുടെ ഇതിൻ്റെ, അപ്പോൾ അതിനകത്ത് അറിയാം അവർ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് അത്രയും നല്ല പ്രോസസ്സിലൂടെയാണ് അത് വരുന്നത്. വ്യത്യസ്ത സ്റ്റേജ് ഓഫ് ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നോർമലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാൻഡ് ഫിൽറ്ററോ അതിന് കഴിഞ്ഞിട്ട് ആക്ടിവേറ്റഡ് കാർബൺ, പിന്നെ RO, പിന്നെ UV, പിന്നെ മൈക്രോ ഫിൽറ്റർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓസോണൈസേഷൻ. അപ്പോൾ ഈ കെമിക്കൽസും അതേപോലത്തെ ഇതിനകത്ത് വരുന്ന മൈക്രോബ്സിനെ എല്ലാം റിമൂവ് ചെയ്യാനുള്ള പിന്നെ അതിനുള്ള സീൽഡ് പാക്കേജിങ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ഥലം. ഇപ്പോൾ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പിന്നെ ബോട്ടിൽ വെയിൽ തട്ടുന്ന അല്ലെങ്കിൽ പുറത്ത് ഹീറ്റുള്ള സ്ഥലത്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ടു പ്രിഫർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇതിലൊരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഈ ബോട്ടിൽ നിന്നുള്ള കെമിക്കൽ മൈഗ്രേഷനാണ്. അപ്പോൾ അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റായി കഴിഞ്ഞാൽ ഈ കെമിക്കൽ മൈഗ്രേഷനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഷോപ്പുകളും പലരും അത് അറിയാണ്ട് ആയിരിക്കാം അവർ പക്ഷേ അങ്ങനെ ചെയ്യുന്നത്, ഇത് വെയിൽ കൊള്ളുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ അതൊരു കൺസേൺ ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ഇപ്പോൾ വെള്ളം ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കട്ട് ചെയ്യാനുള്ള കുപ്പിയൊക്കെ ആണെങ്കിൽ അത് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട്. ഈവൻ സ്കൂൾ കുട്ടികൾ വരെ അങ്ങനത്തെ ബോട്ടിൽ, ഇപ്പോൾ പെപ്സി, 7up അതൊക്കെ കുറച്ചുകൂടി നല്ല ബോട്ടിലാണല്ലോ, അതൊക്കെ റീയൂസ് ചെയ്യുന്ന രീതിയിൽ കാണാറുണ്ട്. ഇത് എത്രത്തോളം നമുക്ക് ഹാംഫുൾ ആയിരിക്കും? ഓക്കെ, ഈ ബോട്ടിൽ
റീയൂസ് ഇപ്പോൾ ഈ ഇതിൻ്റെ ബോട്ടിൽസ് എന്ന് പറഞ്ഞാൽ വാട്ടർ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വൺ ടൈം യൂസിനുള്ള അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ക്രഷ് ദ ബോട്ടിൽ ആഫ്റ്റർ യൂസ് എന്ന്. വൺ ടൈം യൂസിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽസാണ്, അത് റീയൂസ് ചെയ്യാൻ പാടില്ല സത്യത്തിൽ. അതേപോലെ തന്നെ പെപ്സി അല്ലെങ്കിൽ ഈ ഇതേപോലെ തന്നെ പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒക്കെ അത് ശരിക്കും വാട്ടർ പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിൽസ് അല്ല. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ നമ്മൾ റീയൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മൈഗ്രേഷൻ കെമിക്കൽ മൈഗ്രേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോൾ കുട്ടികളൊക്കെ പുതിയ ഇത് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ബോട്ടിൽസ് റീയൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് അറിയില്ല അതിൽ എന്തെങ്കിലും ഒരു രൂപത്തിലുള്ള കെമിക്കൽ മൈഗ്രേഷൻ വരുമോ ഈ വെള്ളത്തിലേക്ക് എന്നുള്ളത്. പിന്നെ കൂടുതൽ ഒരുപാട് സമയത്തൊക്കെ ഇത് റീയൂസ് ചെയ്യുക അങ്ങനത്തെ അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ബോട്ടിലല്ല. അപ്പോൾ അതിനുള്ള ബോട്ടിൽസ് അവൈലബിൾ ആണ്, റീയൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ അതിന് പറ്റുന്ന മെറ്റീരിയൽസുള്ള ബോട്ടിൽസ് അവൈലബിൾ ആണ്. ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ അതിൽ തന്നെ പ്രിഫറബിൾ ഞാനൊക്കെ ഇപ്പോൾ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ബോട്ടിൽസാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. സ്റ്റീലിൻ്റെ ഉള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന രൂപത്തിലുള്ള ബോട്ടിൽസാണ് കുറച്ചുകൂടി പ്രിഫറബിൾ. കാരണം കുറേ കാലം നമ്മൾ യൂസ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കളേർഡ് ആയിട്ടുള്ള ബോട്ടിൽസ്, അതായത് പിന്നെ പെറ്റ് ബോട്ടിൽസ് തന്നെ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽസ് തന്നെ കളറ് ചേർത്തിട്ടുള്ള ഇപ്പോൾ പല കളറിൽ അവൈലബിൾ ആണ്. നീല, പച്ച, മഞ്ഞ ഒക്കെ കളറിൽ ബോട്ടിൽസ് അവൈലബിൾ ആണ്. വാട്ടർ ബോട്ടിൽസ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ബോട്ടിൽസ്, അങ്ങനത്തെ ബോട്ടിൽസ് പ്രിഫർ ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും ബെറ്റർ. കാരണം ഈ കളറിൻ്റെ മൈഗ്രേഷൻ കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ. കാരണം ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള ഹെവി മെറ്റൽസ് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്തത് ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. പല രൂപത്തിൽ ഹെവി മെറ്റൽസിന് ഒരുപാട് ഇമ്പാക്റ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽസാണ് പ്രിഫറബിൾ, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉള്ളിൽ വരുന്ന രൂപത്തിലുള്ള അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അതുപോലെ നമ്മൾ ജനറലായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വേനൽക്കാലം ആവുന്ന സമയത്ത് എല്ലാവർക്കും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കുമല്ലോ. അപ്പോൾ പൊതുവേ നമുക്ക് പുറത്തുനിന്ന് വെള്ളം കുടിക്കാൻ പാക്കേജ്ഡ് അല്ലാത്തത് കുടിക്കാനൊരു മടിയായിരിക്കും. അപ്പോൾ ഇനി മഴക്കാലമായാലും നമ്മൾ ഇതിനെക്കുറിച്ച് കൺസേൺ ആവേണ്ടതുണ്ടോ? അത് നമ്മളെപ്പോഴും ചൂടുള്ള ബിവറേജസ് മാത്രം പ്രിഫർ ചെയ്യുന്നതാണോ നല്ലത്? ഓക്കെ, വേനലാണെങ്കിലും മഴയാണെങ്കിലും വേനൽക്കാലത്ത് വെള്ളത്തിന് സ്കാർസിറ്റി ഉണ്ടാവും. വർഷത്തിൽ വെള്ളം കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതിനെക്കുറിച്ച് പറയാം. പുറത്തുനിന്ന് പോയിട്ട് കഴിക്കുന്ന സമയത്ത് ഇത് എവിടെ നിന്നാണെന്ന് സോഴ്സ് എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മളൊന്ന് എന്താ പറയുക കെയർഫുൾ ആവേണ്ടതുണ്ട്. അപ്പോൾ പ്രിഫറബിളി ബോട്ടിൽ വാട്ടർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുടിവെള്ളമായിട്ട് ബോട്ടിൽ വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ, അതായത് ചെറുതായിട്ട് ചൂടാക്കിയല്ല, ചൂടുവെള്ളം മിക്സ് ചെയ്തതല്ല, നല്ലതായിട്ട് ഹീറ്റ് ചെയ്തിട്ടുള്ള തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ തിളച്ച വെള്ളം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം കൊണ്ടുവന്ന് ചിലപ്പോൾ കഴിച്ച് കഴിയുമ്പോഴേക്കും അത് കുടിക്കാവുന്ന കണ്ടീഷനിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാലും കിണറുകളൊക്കെ കണ്ടാമിനേഷൻ ആവാനുള്ള സാധ്യത ഉള്ളൊരു ടൈമാണ്. നമുക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ ഈ മഴക്കാലത്ത് ബ്ലീച്ചിങ് പൗഡർ കാര്യങ്ങളൊക്കെ. കാരണം പല വാട്ടർ സോഴ്സുകളും നിറഞ്ഞിട്ട് കിണറിലേക്കൊക്കെ ഓവർഫ്ലോ ആവുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ആരോഗ്യവകുപ്പൊക്കെ അതിനുള്ള ഈ ബ്ലീച്ചിങ് അതേപോലത്തെ ഈ ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വെള്ളം തിളപ്പിച്ച് ആറിയിട്ട് കുടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ വാട്ടർ പ്യൂരിഫയർ യൂസ് ചെയ്തിട്ട്, അതായത് വാട്ടർ പ്യൂരിഫയറിൻ്റെ പ്രോപ്പർ സർവീസിങ്ങും അതേപോലെ തന്നെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നല്ല കമ്പനിയുടെ വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കുന്ന സമയത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ അതിൻ്റെ ഫിൽറ്റേഴ്സൊക്കെ മാറ്റേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ പ്രോപ്പർ ഫ്രീക്വൻസിയിൽ മാറ്റാനും ആ രൂപത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ അതൊരിക്കലും പ്രോപ്പറായിട്ട് നടക്കുന്നു നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് തന്നെ തിളപ്പിച്ച് ഉപയോഗിക്കുക എന്നുള്ളത്, തിളപ്പിച്ച് ആറിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മഴക്കാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൊതുക്, ഈച്ച അങ്ങനത്തെ ഇൻസെക്ട്സിൻ്റെ വളരെയധികം പെരുകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആസ് എ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ള രീതിയിൽ പിന്നെ നമുക്ക് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിഞ്ഞാലൊക്കെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഈച്ചയുടെ ശല്യം നല്ലോണം ഉണ്ടാവും. നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലായിരിക്കും. അപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ അവർക്ക് ആ ഒരു സംഭവം ഒഴിവാക്കാൻ അവർക്ക് കൊടുക്കാൻ പറ്റുന്നൊരു സജഷൻ. ഓക്കെ, മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് വെള്ളക്കെട്ടുകൾ പല സ്ഥലത്തും ഉണ്ടാവും. ഈച്ചയുടെ ശല്യം വളരെ കൂടുതലായിരിക്കും.
കാരണം റെസ്റ്റോറൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനം ഈ ഫ്ലൈസാണ്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ പൊതുവെ പെസ്റ്റ് കൺട്രോളൊക്കെ ചെയ്യുന്നുണ്ടാവും. നല്ല റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരു പെസ്റ്റ് കൺട്രോൾ അവർക്ക് ഒരു കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് പോലും കൺട്രോൾ ആവാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ജനറലായിട്ട് പറയാം. ഒന്ന് ഈ എക്സ്ക്ലൂഷനാണ്, അതായത് ഉള്ളിലേക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുക, അതിനെ പുറത്ത് നിർത്തുക. കാരണം പുറത്തുണ്ടാവും. നമ്മൾ പോയ ആ ഒരു സ്ഥലത്ത് ഐ മീൻ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്, AC കാര്യങ്ങളൊക്കെ അല്ല, എന്നിട്ട് പോലും ഉള്ളിൽ ഈച്ചനെ ഓക്കെ, കാണുന്നുണ്ട്. ക്ലോസ്ഡ് എൻവയോൺമെന്റ് ആണ്, പക്ഷെ അത് ഓപ്പൺ ചെയ്യുമല്ലോ. ആ, ഇപ്പോൾ കസ്റ്റമർ വരുന്ന സമയത്ത് ഇത് ഡോർ ഓപ്പൺ ചെയ്യുമല്ലോ. അതേപോലെ ബാക്ക് ഡോർ ഉണ്ടാവും, ബാക്ക് ഡോർ ചിലപ്പം തുറന്നിടും. വിൻഡോസ് ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ, ഇപ്പോൾ ഡെലിവറിക്ക് അതേപോലത്തെ കാര്യങ്ങൾക്കുള്ള വിൻഡോസ് ഉണ്ടാവും. അപ്പോൾ ഇത് മാക്സിമം അതായത് മിനിമൽ ഓപ്പണിങ് ആക്കുക എന്നുള്ളതാണ്. പിന്നെ തുറക്കുന്ന ഡോറുകൾക്കൊക്കെ കർട്ടൻസ്, പലതരത്തിലുള്ള കർട്ടനുകളുണ്ട്. പ്ലാസ്റ്റിക് സ്ട്രിപ്പ് കർട്ടനുകളുണ്ട്, അതുപോലെ എയർ കർട്ടനുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിരുന്നാലും കുറച്ച് ആൾക്കാർ കയറും, കുറച്ച് ഫ്ലൈസൊക്കെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ അതിനാണ് ഇൻസെക്ട് കില്ലേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത്, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ, കയറിയ ആളുകളെ എലിമിനേറ്റ് ചെയ്യാൻ. പിന്നെ ഈ എന്താ പറയുക, റെസ്റ്റോറൻറ്റ് ഉള്ളിലൊന്നും ഇപ്പോൾ കെമിക്കൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രിപ്പറേഷനിലേക്കൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ അറിയുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് അത് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ രൂപത്തിലുള്ള കൺട്രോൾസ് ചെയ്യാൻ പറ്റും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ. എന്തുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഈച്ചകൾ വരുന്നത്? അവർക്ക് പ്രോപ്പർ നല്ല എൻവയോൺമെൻറ്റ് അവിടെ കിട്ടുന്നു, ഫുഡ് കിട്ടുന്നു. കാരണം ടേബിൾ ക്ലീനിങ്, സാനിറ്റൈസേഷന്, പ്രിപ്പറേഷൻ ഏരിയാസിലുള്ള സാനിറ്റൈസേഷൻ. കാരണം ഡസ്റ്റ് ബിന്നുകളൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുക, ഫുഡ് പ്രിപ്പറേഷൻ ടേബിളൊക്കെ അൺക്ലീൻ ആയിട്ട് കിടക്കുക, ഫുഡ് സെർവ് ചെയ്യുന്ന ഡൈനിങ് ടേബിൾസൊക്കെ അൺക്ലീൻ ആയിട്ട് കിടക്കുക. ഇതൊക്കെ ഇവർക്ക് നല്ല സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അത് പ്രോപ്പർ സാനിറ്റേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ എക്സ്ക്ലൂഷൻ, സാനിറ്റൈസേഷൻ, എലിമിനേഷൻ, ഈ 3 കാര്യങ്ങളാണ് ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ.